ഗൈസ് അപ്പൊ നമ്മൾ ഇതിനൊരു വലിയൊരു വാട്ടർ മിലൺ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതെ, ഇതിന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മളിന്ന് വാട്ടർ മിലൺ ഷേക്ക് ആണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറൈറ്റി ആവാന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടൊക്കെ അല്ലേ. പിന്നെ നമ്മളെന്നും ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്കൊന്ന് ജ്യൂസിലേക്ക് മാറാന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വാട്ടർ മിലൺ ഷേക്ക്. അതെ, അപ്പൊ നമ്മൾ വാട്ടർ മിലൺ എടുത്തിട്ടുണ്ട്, പാല് തണുപ്പിച്ചത് എടുത്തിട്ടുണ്ട്, ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഐസ് ക്യൂബ്സ്, പിന്നെ ഷുഗർ ആവശ്യത്തിന്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യിച്ചോട്ടു. അപ്പൊ ഗൈസ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ ഈ ഒരു സോറി ഇതാണ് മുകൾ ഭാഗം. കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് കട്ട് ചെയ്യാണ്. അപ്പൊ എനിക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ അതുകൊണ്ട് ചോട്ടുവിനെ പറഞ്ഞിട്ട് കട്ട് ചെയ്യിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ നല്ല പഴുത്ത നമ്മുടെ തണ്ണിമത്തനാണ് ഗൈസ്. നല്ല സ്ട്രോബെറി കളറിലിരിക്കുന്നു. വാവ്, സൂപ്പർ ഗൈസ്. നമ്മള് തണ്ണിമത്തൻ ഇവിടെ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ണിമത്തനെല്ലാം സ്ക്യൂസ് ചെയ്ത് ഇതിനകത്തോട്ട് മാറ്റിയിട്ടാണ് ഗൈസ് നമ്മുടെ പരിപാടി. ഗൈസ് അപ്പൊ നമുക്ക് സ്ക്യൂസ് ചെയ്യാം. ഇത് പക്ഷെ പൊളി സാധനമാണ്. കണ്ടപ്പോ ഞങ്ങൾക്ക് അത്രയ്ക്കും കുടിക്കാൻ കൊതി തോന്നിയില്ലേ പനു? നമ്മളിന്റെ റെസിപ്പി നോക്കിയിട്ടുണ്ടായിരുന്നു, കണ്ടോ? ചിരട്ടയുടെ കൂട്ടൊക്കെ ആയിരുന്നില്ലേ? അത് ഈ തവിയിട്ട് എടുക്കുന്നോണ്ടാണ് ഗൈസ് ഇങ്ങനെ വരുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിച്ചത്. കൊറേ പണിയുണ്ട് ഗൈസ്. ഇതെല്ലാം സ്ക്യൂസ് ചെയ്ത് എടുക്കാൻ ഇച്ചിരി ടൈം എടുക്കും. ആദ്യമേ ഇതെല്ലാം സ്ക്യൂസ് ചെയ്ത് എടുത്തിട്ട് വേണം ഗൈസ് ഇതിനകത്ത് ഉള്ളിലെ പരിപാടി. ഇതിനകത്ത് തന്നെ നമ്മൾ വെച്ച് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഇതിനകത്ത് തന്നെ വെച്ചാണ് ഗൈസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. പ്രത്യേക ടേസ്റ്റ്. ഐസ് ക്യൂബ് ഒക്കെ മെൽറ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, വേറെ ഉണ്ട്. അതിടാന്ന് ടാസ്ക് പരിപാടിയാണ് ഗൈസ്. തോന്നില്ലേ? നമ്മളൊരു വലിയ തണ്ണിമത്തനാ വാങ്ങിയത്. അപ്പം ഇതിന് അധികം എടുക്കാൻ കാണും. ഈ പ്ലേറ്റ് നിറയെ കാണും. കൊറേ കാണും. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയാൽ മതി. മാക്സിമം തോണ്ടി എടുത്തേ സംഭവം സെറ്റ് ആയിരിക്കും ഉണ്ടാക്കി തരാൻ വലിയ. നമ്മൾ ഇതിന്റെ അകത്ത് തന്നെ ജ്യൂസ് എല്ലാം ഒഴിച്ച് ഉണ്ടാക്കാണ്. ഇതിനകത്ത് വെച്ചാൽ നമ്മളൊന്ന് സ്ട്രോ ഇട്ട് കുടിക്കാൻ കഴിയും. ഞാനൊരു പീസ് കഴിക്കട്ടെ. ഇതൊരു അഞ്ചാറ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ 5-6 പേർക്ക് കുടിക്കാനുള്ളത് കാണുമില്ലേ? നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. വലിയ തണ്ണിമത്തനുണ്ട്. നമ്മളതുകൊണ്ട് വലിയ തണ്ണിമത്തൻ നോക്കി വാങ്ങിയത്. അതെ, മറ്റേ കളർ കിട്ടിയില്ല, വേറൊരു കളർ ഉണ്ടായിരുന്നു. ഇത് നല്ല ഡാർക്ക് ഗ്രീനാ. മറ്റൊരു യെല്ലോയിഷ് വൈറ്റ് വരുന്നൊരു കളറുണ്ട്. അത് നമുക്ക് നമ്മുടെ ഇവിടെ കിട്ടിയില്ല. സോ നമ്മൾ ഇതിലോട്ട് തന്നെ നമ്മളതൊന്ന് മാറ്റി. ഇതിന് വേറെ പേരാണ്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇതിന്റെ അകത്ത് ഇതിന് വേറൊരു പേരുണ്ട്. പക്ഷെ അത് എന്താ അതല്ല, ഈ നമ്മളീ പണിയുന്ന സാധനത്തിന്, ഈ ഷേക്കിന് വേറൊരു പേരുണ്ട്. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് ഷേക്കാക്കി കേസ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് യൂസ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അവസാനം ഇതെല്ലാം ഇതിനകത്ത് എടുത്തിട്ട് അടിച്ച അങ്ങനല്ലേ? ഇതിനകത്ത് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചാണ് കേസ്. ആ പാത്രത്തിൽ സെറ്റ് ആവത്തില്ല. വേറെ പാത്രം കൂടെ വേറൊരു പാത്രത്തിലോട്ട് ഇത്ര നടന്ന ഗൈസ്. നമ്മളിതെല്ലാം പിന്നെ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കൂല്ലേ പനു? ഇത്രയും കുഴിഞ്ഞിട്ടുണ്ട്. ഇനിയും താഴെ ഉണ്ട്, താഴോട്ട് കിടക്കുക. ബിൽഡിംഗ് പണിയുന്ന പണികളായി. ഇതിന്റെ അകത്ത് തന്നെ വെച്ചിട്ട് ജ്യൂസ് ആവുന്ന തോന്നുന്നു. പകുതി മുക്കാലും വെള്ളം ഇതിന്റെ അകത്ത് നടന്നിട്ടുണ്ട്. അപ്പം സെറ്റ് ആവുമായിരിക്കുമല്ലേ? സെറ്റ് ആവും, പിന്നെ സെറ്റ് ആവാതിരിക്കുന്നത് പക്ക സാധനം. ഇപ്പൊ ഞാൻ കുക്കിങ്ങിൽ ഒരു മാസ്റ്റർ ഷെഫ് ആയിരിക്കും. അതെ.
അപ്പോൾ ഗൈസ് ഇവിടെ ഏകദേശം തീരാറായി. ഇതിനകം തീരാറായിട്ടുണ്ട്. ഗൈസ് ரொம்ப ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. ഞാൻ ക്ഷീണിച്ചു ഗൈസ്. ഇതാണ്ട് ഇത്രയും വലിയൊരു ഹോള് നമ്മൾ ഉണ്ടാക്കി. ഗൈസ് അതിന് നമുക്ക് ഇത്രയും അതിന്റെ ആ ഒരു ഇത് കിട്ടി ഗൈസ്. ഇനിയുണ്ട്. പിന്നെ എന്ത് പറയുന്നേ അതിന്റെ പൾപ്പിന്? പൾപ്പാ എന്തായാലും കാര്യമില്ല. ആ ഇതിന്റെ ഇതാ സത്യം പറഞ്ഞ ഫ്രൂട്ട്. ഇതിന്റെ വാട്ടർമെലൺ കത്തിയതാണ് ഗൈസ്. കിട്ടിയോ? അത് മൊത്തം കിട്ടിയോ? ഇത് ഇത്രയും പുള്ളിയുണ്ടോ താഴോട്ടില്ലല്ലോ? അറിയാൻ വയ്യ, എല്ലാം ഒരു കളർ ഇരിക്കുന്നുണ്ട്. നോക്കി ഒന്നുകൂടെ മേടിച്ചു നോക്കി. എന്തായാലും വടിച്ചെടുക്കും ഗൈസ്. മതി 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 മതി. അത് നമുക്ക് ഇടിച്ചിടിച്ച് അത്ര അടിയിലൊന്നും അടിച്ചു നോക്കിയേ. വേറൊരു സ്പൂൺ എടുത്തേ. ഞാൻ നോക്കട്ടെ. ചോട്ടിന്റെ പൈസ ഉണ്ടല്ലേ? തീർന്നോ? അടുത്തട്ടായോ? വേറൊരു കുഞ്ഞു സ്പൂൺ ഇട്ട് നോക്കാം. അതപ്പം കറക്റ്റിനകത്ത് കൈ ഇറക്കാൻ പറ്റും. ഇത് മതി ഗൈസ്. നമ്മൾ ഇതിന്റെ അകമെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇച്ചിരി ഞാൻ ചിരണ്ട അകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത്രയും കിട്ടി ഗൈസ് പുറത്ത്. 2 പാത്രത്തോളം നിറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യാൻ നേരത്ത് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ വാട്ടർമെലൺസ് എല്ലാം ഒന്ന് നമുക്ക് ഉടയ്ക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ വാട്ടർമെലൺ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിട്ടിട്ട് ഇതൊക്കെ ഒന്ന് നല്ല രീതിക്കൊന്ന് ക്രീം ആക്കി ഒന്ന് ഇടിച്ചെടുക്കാം. വെള്ളമാക്കി എടുക്കാം. ഓക്കെ. ഇത് കറക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടല്ലേ? മോളിൽ നിന്നായിട്ട് കറക്റ്റ് ഐസ്ക്രീം പോലെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. നമ്മൾ ഈ സ്പൂൺ തന്നെ ഇട്ട് ഇടിച്ചിടിച്ച് കിടക്കല്ലേ. ഹാഫ് ഇച്ചി പകുതി എന്ന് വെച്ചാൽ കുറച്ചുകൂടി വെള്ളം ആകത്തില്ല. മറ്റേ വെള്ളമൊക്കെ ഒഴിക്കാനുള്ളതല്ലേ. നമ്മളിത് പാലൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇതിന്റെ തന്നെ ജ്യൂസ് ഇതിനകത്ത് തോനെയാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇടിച്ചൊന്ന് സെറ്റ് ആക്കിയിട്ട് ബാക്കി മിക്സ് ചെയ്യാം. ഇതിന്റെ അകത്ത് തന്നെ ഇട്ട് ഇടിച്ച് ഇതിന്റെ അകത്ത് തന്നെ ഇട്ട് കുടിക്കുന്നതാണ് ഗൈസ് ടേസ്റ്റ്. എനിക്കൊന്ന് ഇതിന്റെ വെള്ളം തന്നെ അധികം ഇതിനകത്ത് ആവാനാണ് ചാൻസ്. ഇത് കുറച്ചത്തെ പണിയുണ്ട് ഗൈസ്. ചോട്ടൂന് ഇന്ന് വാട്ടർമെലൺ ചെയ്യുന്നതോട് ഭയങ്കര താല്പര്യമായെന്ന് തോന്നുന്നു. ഇതിന്റെ വെള്ളമല്ല ഇറങ്ങി. എനിക്കൊന്ന് നമ്മൾ പാലും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ഈ സാധനം നിറയൂല്ലേ. ഒരു പണിയുള്ള പണിയാണ് ഗൈസ് ഇത്. എനിക്കിത് ഗ്രേപ്പ് നമ്മൾ വൈൻ ഇത് അടിക്കൂടെ ഒന്നും പോകത്തില്ലല്ലോ. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ബീറ്റർ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റേ കൊറേ നേരമായി ഗൈസ്, ഒന്നും ആയില്ല. പണി പാളി ഗൈസ്. നമുക്കിത് ഇറങ്ങുന്നില്ല, എത്തുന്നില്ല ഗൈസ്, എത്തുന്നില്ല. അപ്പൊ നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മള് കേക്കിന് വാങ്ങിയ ബീറ്റർ ആയിരുന്നു ഗൈസ്. പക്ഷെ അത് വെച്ച് ഒക്കുന്നില്ല ഗൈസ്. അപ്പൊ നമ്മള് സ്പൂൺ തന്നെ ഇട്ട് വീണ്ടും കലക്കുകയാണ്. ബീറ്റർ വെച്ച് പറ്റുന്നില്ല. കലക്കി കലക്കി ഒരു വഴിയായി ഗൈസ്. ഇത്ര ആയതേ ഉള്ളൂ. വെള്ളം കിടക്കുന്നുണ്ട്. ഇടിച്ചിടിച്ച് കലക്കണമെന്ന് തോന്നുന്നു. അപ്പൊ ബാക്കി ഇരുന്നേം കൂടി നമുക്ക് ഇതിനകത്ത് വാരിയിടാം. നമ്മൾ കുരുവൊന്നും കളഞ്ഞില്ല ഗൈസ്. കുരുവൊന്നും കളയാൻ പറ്റത്തില്ല ഗൈസ്. കുരുവൊക്കെ എങ്ങനെയാണെന്നും പറഞ്ഞാൽ കളയുന്ന എല്ലാം കൂടെ ടാസ്ക് പരിപാടിയാണ് ഗൈസ്. കുരുവൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും സമയം നമുക്ക്. അതെ, നമ്മൾ ഉള്ള സമയം കൊണ്ട് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ പൊന്നു ഷെഫ് ഗൈസ്. പിന്നെ ഇനി ഇത്രയും കൂടി ഇരിപ്പുണ്ട് ഗൈസ്. അതും കൂടി ഇടുമ്പോ ഇത് നിറച്ചു ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വെള്ളം ഒഴിക്കണം, ഐസ് ഇടണം. അല്ല വെള്ളമൊന്നുമില്ല, പാലൊഴിക്കണം, ഐസ് ഇടണം. ചോട്ടു പാലിന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ ആ സമയം കൊണ്ട് ഇത് കുറച്ചുകൂടെ തണുക്കട്ടെ ഗൈസ്. അപ്പൊ നമ്മള് അത്യാവശ്യം ഒന്ന് ഒരു ജ്യൂസി പരുവത്തിലാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന്
ഒരിതുണ്ട്, പീസസ് ഉണ്ട്, അത് കുഴപ്പമില്ല. നമ്മളിനി ഇതിലോട്ട് അടുത്ത സാധനങ്ങൾ മിക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് പാലാണ് ഗൈസ്. ഇവിടെ നല്ല ചൂടാക്കിയ പാലാണ്, നമ്മൾ തണുത്ത് എടുത്തിട്ടുണ്ട്. തണുപ്പിച്ച് കട്ടായി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ തണുത്ത പാല് ഇതിനകത്തോട്ട് ഒഴിക്കാം. എന്നൊക്കെ കളറ് കണ്ടോ, ഇത് കാണുമ്പോ എനിക്ക് സ്ട്രോബെറി കണക്ക് തോന്നുന്നു. അത്ര കട്ടയുണ്ട് പാൽക്കട്ട. അതോടിട്ട് അടിച്ചാൽ പൊളിക്കല്ലേ. എനിക്ക് ഈ കൊറിയൻസിന്റെ ഒക്കെ വീഡിയോ കാണുന്നതൊക്കെ ഉണ്ടല്ലേ, കറക്റ്റ് ആ കളറുണ്ടോ പാൽ ഒഴിച്ചപ്പോ. നമ്മുടെ സാധനം സെറ്റ് ആയി ഗൈസ്. നമുക്ക് ഇത്രയും അധികം വന്ന് നമ്മള് അത് ഇടുന്നില്ല. നമുക്ക് ഐസ് ക്യൂബ്, നമുക്കിനി കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട് ഒഴിക്കാൻ. അതെ, കണ്ടൻസ്ഡ് മിൽക്ക് പീഡ് ഉണ്ട്. അപ്പോ നമ്മൾ പാലൊഴിച്ച് സെറ്റായി. കളറുണ്ടോ ഗൈസ്? നൈസ് അല്ലേ? ഇനി നമുക്ക് ഇതിനകത്തോട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം ഗൈസ്. അതെ, നമ്മളൊരു ഏകദേശം ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ ഒരു എത്ര പറ്റുന്നില്ല. ഓക്കെ 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 ഗൈസ്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. അതെ അതെ, ഈ ഒരു സ്പൂണിന് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം ഗൈസ്. ഒരു സ്പൂൺ ഫുള്ളോ? ഈ ഒരു സ്പൂൺ ഫുള്ളാണോ? ഓക്കെ. സാധനം സെറ്റാണ് ഗൈസ്, കണ്ടോ? അപ്പൊ നമുക്ക് ഇത്രയും മിൽക്ക് മെയ്ഡ് ഇതിനകത്തോട്ട് ഒഴിക്കാം ഗൈസ്. നമ്മൾ അധികം മിൽക്ക് മെയ്ഡ് ചേർത്താലും പറ്റത്തില്ല, ഫുൾ മിൽക്ക് മെയ്ഡിന്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത് വേണ്ട, ഒരു മധുരത്തിനാണ് ഇത് ചേർക്കുന്നത്, ചെറിയൊരു മധുരത്തിന്. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു സ്പൂൺ ചേർത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അതിനനുസരിച്ച് മധുരം ചേർക്കണം ഗൈസ്. അത് നമുക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ട് മധുരം ഇടാം. പക്ഷെ അധികം നമുക്ക് മിൽക്ക് മെയ്ഡിന്റെ ആ ഒരു ടേസ്റ്റും ആവാൻ പാടില്ല, ആ ഒരു ഇതിൽ നിൽക്കണം ഗൈസ്. അപ്പൊ നമ്മൾ ഈ ഒരു തവിക്ക് 1 സ്പൂണാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത്. നമുക്ക് ഇതിനകത്തോട്ട് ഐസ് ക്യൂബ് ഇടാം ഗൈസ്. ഐസ് ക്യൂബ് നമ്മുടെ അരിഞ്ഞിട്ടുണ്ട്, കറക്കി ഇടാൻ, അല്ലെങ്കിൽ വെള്ളം മാത്രം കൂടുതലാണ്. ഇത് നല്ല തണുപ്പോടെ ഗൈസ് നമ്മൾ കഴിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ക്യൂബ് ഇട്ടപ്പം കണ്ടോ എല്ലാം കൂടെ ഒന്ന് പൊങ്ങിയാണ്. നമ്മൾ അധികം ഇടാന്ന് വാട്ടർ മെലൺ ഇടാന്നേ കാര്യമായില്ലേ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് പോയാന്. ഇച്ചിരി പഞ്ചാര എൻ്റെ ദേഹത്തൊക്കെ തെറിച്ച്. ഇനി നമുക്കിനി ഷുഗർ ആഡ് ചെയ്യാം. നമ്മള് എന്താ പേര്? വാട്ടർമെലൺ ഷേക്കോ? അതെ, നമ്മുടെ വാട്ടർമെലൺ ഷേക്ക് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഷുഗർ ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് പിടിച്ചേ ചോട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്യാൻ പോവാണ്. ഷുഗർ ഇച്ചിരി അധികം ഇരുന്നോട്ടെ ഒരു ടേസ്റ്റിന്. മതി, അത്ര മതി. മതി. ഒരു 3 സ്പൂൺ ഒടുക്കത്തെ മധുരവും കുഴപ്പമില്ല, എത്രയല്ലേ നൈസ് സാധനം കേട്ടോ. കാണാൻ തന്നെ കുടിച്ചങ്ങ് തീർക്കാൻ തോന്നുന്നു. ഐസ് ക്യൂബ് ഒക്കെ കിടക്കുന്നതാണ് നല്ല രസമുണ്ടല്ലേ. ഒരു 3 സ്പൂൺ ഐസ് ക്യൂബ്, 1 സ്പൂൺ നമ്മൾ ഒരു വലിയ സ്പൂൺ നമ്മൾ മിൽക്ക് മെയ്ഡുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് മധുരത്തിന്. നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യാം. എനിക്ക് ഇപ്പൊ തന്നെ ഇത് കുടിക്കാൻ ബാക്കി ഇത്ര ഉണ്ട്. ഇത് നമ്മളിത് പിന്നെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. പിന്നെ നമ്മൾ വൈകുന്നേരം ഷേക്ക് അടിക്കും ഗൈസ്. വൈകുന്നേരം ഇതുപോലെ തന്നെ ഒരു ഷേക്ക് കൂടെ അടിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ മെനു? ടേസ്റ്റ് നോക്കാം അല്ലേ? നോക്ക്. It's good. Oh my god. Guys, ഞാൻ കുറച്ചൊന്ന് കുടിച്ചു നോക്കട്ടെ ഗൈസ്. കൊള്ളാം. അപ്പോൾ ഗൈസ് നമ്മുടെ ജ്യൂസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുടിക്കാം. അപ്പൊ ആദ്യം വേണ്ട 2 സ്ട്രോ. ഓക്കെ, സ്ട്രോ എടുക്കാം. ഇപ്പൊ നമ്മള് 2 സ്ട്രോ ആണ് എടുത്തിരിക്കുന്നത്. ഒന്ന് എനിക്കൊന്ന് ചോട്ടിന്. സ്ട്രോയൊക്കെ ഇറങ്ങി പോകുന്നു.
എന്നാ വെച്ചോ നമുക്ക് കുടിക്കാം. ഓക്കേ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ദാണ്ട് സാധനം സെറ്റാക്കിക്കൊണ്ട് നമ്മൾ നമ്മളിരിക്കുന്ന വർക്കല ബീച്ചിലാണ് ഗൈസ്. നമ്മുടെ അതിഭയങ്കരമായ വ്യൂവിലാണ് ഗൈസ്. നമ്മുടെ തോട്ടത്തിലേക്ക് നോക്കിയാണ് ഗൈസ് നമ്മളിരിക്കുന്നത്. വാട്ടർ മെലൺ ഷേക്ക് ഒക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഇതാണ്ടല്ല അവിടെ സൺലൈറ്റ് ഉണ്ട്. സൺലൈറ്റിലൂടെ നമ്മൾ ആരും സൺലൈറ്റിലോട്ട് ഫോൺ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാതിരിക്കുക, വീഡിയോസ് എടുക്കാതിരിക്കുക. കാരണം ക്യാമറയുടെ സെൻസർ അടിച്ചു പോകുന്നതാണ് ഗൈസ്. സൺലൈറ്റ് ഭയങ്കര വിഷയമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വ്യൂ. പിന്നെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസും തണ്ണിമത്തൻ ഷേക്ക് ഒന്ന് കുടിച്ചേ പൊന്നു. പറഞ്ഞില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഷേക്ക് പൊന്നു ടേസ്റ്റ് ചെയ്യുവാണ് ഗൈസ്. എങ്ങനെയുണ്ട്? അതങ്ങനെ പറയുക ഗൈസ്. നമ്മൾ ഉണ്ടാക്കിയ സാധനം നമ്മൾ സൂപ്പറാന്നല്ലേ ഗൈസ് പറയാം. ഗൈസ് നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഗൈസ്? സൂപ്പർ അല്ലേ സാധനം? ഗൈസ് കൊള്ളാം സൂപ്പർ. അത് ലിപ്സ്റ്റിക് ആണ് ഗൈസ്. നിങ്ങൾ നോക്ക് ഗൈസ്, ഈ സാധനം സെറ്റ് അല്ലേ? കളറൊക്കെ നോക്കി. അപ്പോൾ ഗൈസ് ഇപ്പം എല്ലാവരും ഇത് മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് ഗൈസ്. പൊളിയായിട്ട് ഇപ്പോൾ സമ്മറില്ലയോ? അപ്പോൾ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു എനർജി ഡ്രിങ്ക് ആയിരിക്കും ഗൈസ്. ശരീരമൊക്കെ നല്ല രീതിയിൽ തണുത്ത് കിട്ടും. മാത്രമല്ലേ തണ്ണിമത്തൻ്റെ അതിൽ തന്നെ അപ്പോൾ പൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വ്യൂ ഇതാണ് ഗൈസ്. ഇവിടെ നേരെ നോക്കുന്നത് ഇവളുടെ വീടാണ്, അറിയാലോ. ഇവിടുന്ന് നേരെ നോക്കുന്നത് ഇവളുടെ വീട്ടിലോട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇനിയും നല്ല എന്റർടൈൻമെന്റ് ആയ വീഡിയോസ് ഇനിയും വരും. ഇത് കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ സ്ട്രോ ഒടിഞ്ഞു പോയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വിഷ്വലൈസേഷൻ ഭയങ്കര വ്യൂ ആണ് ഗൈസ്. ഇവിടെ നിന്ന് ഈ തോട്ടം കാണാൻ. അപ്പം ഈ തോട്ടമൊക്കെ കണ്ട് നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് കുടിക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ സ്ട്രോ തകരാറിലായി ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഗ്ലാസ്സിലേക്ക് കുടിക്കാൻ പോവാണ് ഗൈസ്. അപ്പം പോനു കിടിലൻ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അല്ല, എല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. അപ്പോൾ ഇനി നമ്മൾ നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നവരെ നമ്മുടെ ഓൾ ഫാമിലി അപ്പോൾ നമ്മുടെ എല്ലാ ഫാമിലിയും നമ്മുടെ വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഓൾ ഫാമിലി ഗുഡ് ബൈ. അത് പറ. അപ്പോൾ ഓക്കേ, ബൈ ബൈ. ദിസ് ഈസ് പൂജ അമൽ. ബൈ ബൈ.